കൊച്ചി എം.എൽ.എ. കെ.ജെ. മാക്സിയുടെ സ്നേഹസ്പർശം മെഗാ മെഡിക്കൽ ക്യാമ്പ് മണ്ഡലത്തിലെ സാധാരണക്കാരായ ജനങ്ങളോടുള്ള കരുതലായി മാറി. 7000-ഓളം ആളുകൾക്ക് പ്രയോജനദായകമായ ക്യാമ്പിന്റെ ഉദ്ഘാടനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം. അനിൽകുമാർ നിർവഹിച്ചു. ഫോർട്ട് കൊച്ചുവേളി എഡ്വേർഡ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് സ്നേഹസ്പർശം 2025 സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. എം.എൽ.എയുടെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പ് സാധാരണക്കാരായ 7000-ഓളം പേർക്ക് പ്രയോജനദായകമായി. നിരവധിയായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കാണ് എം.എൽ.എ. നേതൃത്വം നൽകുന്നത്. മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം. അനിൽകുമാർ നിർവഹിച്ചു. നമ്മുടെ എം.എൽ.എ. കാണാൻ പെണ്ണുങ്ങളൊക്കെ ഒരുപാട് ഉയരം കൂടുതലാണ്, ആരോഗ്യം കൂടുതലുണ്ട് എന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷെ സത്യത്തിൽ അദ്ദേഹത്തിന്റെ സ്പർശനത്തിൽ ഒരു സ്നേഹമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ഈ ക്യാമ്പ്. മേയറായി കൊച്ചിയിൽ ഇരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കൊച്ചിയുടെ എം.എൽ.എ. ആയി ഇരിക്കുക എന്ന് പറയുന്നത്. അത് അദ്ദേഹം ഇരിക്കുക മാത്രമല്ല ചെയ്തത്, വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം ഞങ്ങൾക്കും ഒരു അത്ഭുതം തന്നെയാണ്. ആ അത്ഭുതത്തിന് കാരണം അദ്ദേഹത്തിന്റെ ഈ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൈത്താങ് പരിപാടിയാണ്. യോഗത്തിൽ എം.എൽ.എ. കെ.ജെ. മാക്സി അധ്യക്ഷനായി. ഈ ക്യാമ്പിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചി പ്രദേശത്ത് താമസിക്കുന്ന നിരവധിയായിട്ടുള്ള സാധാരണ പാവപ്പെട്ട ജനങ്ങളുണ്ട്. അവർക്കൊക്കെ ഈ ക്യാമ്പ് വളരെ പ്രയോജനം ചെയ്യും. സാധാരണ ഒരു മെഡിക്കൽ ക്യാമ്പ് പോലെ അല്ല ഇത് ഫോളോ അപ്പിംഗ് ആണ്. ഈ ക്യാമ്പിന്റെ മുഖ്യ കണ്ണി എന്ന് പറയുന്നത് കൊച്ചി റിഫൈനറി BPCL ആണ്. വലിയൊരു തുകയാണ് ക്യാമ്പിലേക്ക് അവർ തരുന്നത്, ചെറിയ തുകയല്ല. ഷിപ്പ്യാർഡ് സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെയാണ് നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുന്നത്. അങ്ങനെ ഈ സഹായത്തോടുകൂടിയാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം സാധാരണ ജനങ്ങൾക്ക് ഏറെ ആശ്വാസം പകരുന്നു. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ENT, ഗൈനക്കോളജി, ത്വക്ക് രോഗ വിഭാഗം, ഉദരരോഗ വിഭാഗം, നേത്രരോഗ വിഭാഗം, ശ്വാസകോശ രോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ദന്തരോഗ വിഭാഗം, ക്യാൻസർ, കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി, യൂറോളജി എന്നീ വിഭാഗങ്ങളിലായി നിരവധി പേർ ചികിത്സ തേടി. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മരുന്ന്, കണ്ണട, രക്തപരിശോധന, ECG തുടങ്ങിയ സേവനങ്ങളും നൽകി. കൂടാതെ ചികിത്സ ലഭിച്ചവർക്കായി ഇനി വരും ദിവസങ്ങളിൽ ശസ്ത്രക്രിയ, MRI സ്കാൻ, എക്സ്റേ, CT സ്കാൻ എന്നീ തുടർ സേവനങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു. BPCL കൊച്ചി റിഫൈനറി അഡ്മിനിസ്ട്രേഷൻ ജനറൽ മാനേജർ K. ജോൺസൺ, എറണാകുളം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മാജ ജോസ് P, എറണാകുളം ജനറൽ ആശുപത്രി സർജൻ ഡോക്ടർ ഷഹീർ ഷാ, നാഷണൽ ഹെൽത്ത് മിഷൻ DPM ഡോക്ടർ ശിവപ്രസാദ്, IMA കൊച്ചി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് തുകലൻ, ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് KL, കുംബ്ലങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ്, കൊച്ചി നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബാലാൽ, കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS റിജിൻ, കൊച്ചി നഗരസഭാംഗങ്ങളായ ഇസ്മുദ്ദീൻ PM, ഷീബ ഡ്യൂറോം, ബെനഡിക്ട് ഫെർണാണ്ടസ്, GCDA എക്സിക്യൂട്ടീവ് അംഗം PA പീറ്റർ, CPIM കൊച്ചി ഏരിയ സെക്രട്ടറി PS രാജം, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TV അനിത, KM റിയാദ്, സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് അച്ചാമ ആന്റണി, സൈന P, കേരള കോൺഗ്രസ് M സെക്രട്ടറി ബേബി മാധവൻ, കേരള കോൺഗ്രസ് B സംസ്ഥാന കമ്മിറ്റി അംഗം സേവ്യർ കല്ലുവീട്ടിൽ, INL കൊച്ചി മണ്ഡലം പ്രസിഡന്റ് TM ഇസ്മായിൽ, എഡ്രാക് കൊച്ചി മേഖലാ സെക്രട്ടറി IT ജോളി, പാലിയേറ്റീവ് കെയർ പ്രതിനിധി പൊന്നൻ, CPIM നെസ്രത്ത് ലോക്കൽ സെക്രട്ടറി NJ അലോഷി എന്നിവർ പങ്കെടുത്തു. ഇവിടെ മട്ടാഞ്ചേരി മണ്ഡലത്തിൽ, കൊച്ചി മണ്ഡലത്തിൽ നിങ്ങൾ നോക്കൂ, എല്ലാ കുഞ്ഞുങ്ങളും ഇന്ന് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അവർ ലാബുകളിൽ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം ഗവൺമെന്റ് നോക്കാതെ, എയ്ഡഡ് നോക്കാതെ എല്ലാ കുഞ്ഞുങ്ങളെയും മാറോട് ചേർത്ത് പിടിച്ച് അവിടെയെല്ലാം എത്തിച്ചിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.